യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന വചനം നമുക്കെല്ലാവർക്കും അറിയാം. ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ ദൈവത്തോടുള്ള പ്രത്യുത്തരവുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹോദരങ്ങളെയും സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞ ഷേമ ഇസ്രായേൽ പ്രേക്ഷകരെ, കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിലൂടെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ. വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പല കാര്യങ്ങളിലൂടെയും വചനത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ സഹനങ്ങളില്ലാത്തവരും വേദനകളില്ലാത്തവരും ആരുമില്ല. ദൈവത്തിന് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ പാപത്തെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്ന മാർഗമാണ് സഹനങ്ങൾ. അതുകൂടാതെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുക സാധ്യമല്ല. എങ്കിലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രവാസ ലോകത്തായിരിക്കുന്ന നമുക്ക്, പ്രവാസികളായിരിക്കുന്ന നമുക്ക് അറിയേണ്ട ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടാൽ അത് നമുക്ക് മനസ്സിലാക്കി തരും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വാക്കിനും അർത്ഥം കൽപ്പിക്കുന്ന രീതിയിലുള്ള സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കായിട്ട് ഒരുക്കി വയ്ക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതലായും യോഹന്നാൻ്റെ സുവിശേഷം എത്തിച്ചേരുന്നത് സ്നേഹത്തിലധിഷ്ഠിതമായ സുവിശേഷത്തിലേക്കാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, പഴയ നിയമം കടന്നു പോയിട്ട് പുതിയ നിയമം കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകപ്പെടുന്ന പുതിയ നിയമം ഈശോ തൻ്റെ സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അതായത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം, 10 കൽപ്പനകളുടെ പൂർത്തീകരണം, പ്രവാചകന്മാരുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവജനം കടന്നുപോയ എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമായി കടന്നു വന്ന മിശിഹ ഒരു പുതിയ നിയമം നൽകുകയാണ്. ഇനി ഞാനും നിങ്ങളും നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുസരിക്കേണ്ട നിയമമാണത്. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് പുതിയ കൽപ്പന. ഒന്ന്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ദൈവം എപ്രകാരമാണ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത്?
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ ഒരുപാട് ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുക്കടലിലായിരിക്കാം. മുന്നോട്ട് എന്ത് എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ടാവാം. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം തൻ്റെ സ്നേഹത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തനിക്ക് മുൻപേ, മനുഷ്യന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ആകാശത്തിലോ ഭൂമിയിലോ മൃഗങ്ങളിലോ മത്സ്യങ്ങളിലോ വന്യമൃഗങ്ങളിലോ ജീവജാലങ്ങളിലോ ഒന്നുമല്ല. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ഉൽപ്പത്തി 1:26-27 വചനം പഠിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടാണ് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചുകൊണ്ട് അവന് ജീവശ്വാസം നൽകിക്കൊണ്ട് ആ മനുഷ്യന് മറ്റ് മൃഗങ്ങളെക്കാളും മറ്റ് വ്യക്തികളെക്കാളുമൊക്കെ വിവേചിച്ചറിയുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുവാനുമുള്ള വലിയ കൃപ ദൈവം നൽകുകയാണ്. ആത്മാവിൽ പ്രചോദിതമായിട്ട് ജീവിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞവരായിട്ട് ജീവിക്കുവാൻ. എങ്കിലും നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യകുലം ആത്മാവിൻ്റെ ഉപയോഗമില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ, ദൈവം എന്ത് പറയുന്നുവെന്ന് ചിന്തിക്കാതെ, ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് ചിന്തിക്കാതെ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, മറ്റ് സൃഷ്ടവസ്തുക്കളിലെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യകുലത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇങ്ങോട്ട് പഴയ നിയമ ചരിത്രം മുഴുവൻ അതാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവം ഒരു വശത്ത് നിന്ന് തൻ്റെ സ്നേഹം പ്രകടമാക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ദൈവത്തിനെന്നും തിരിച്ചു കിട്ടിയിരിക്കുന്നത് അനീതി മാത്രമാണ്. കാരണം താൻ സ്നേഹിച്ച ജനം, താൻ സ്നേഹിച്ച വ്യക്തികൾ ഒക്കെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തന്നിൽ നിന്നും അകന്നു പോകുന്ന കാഴ്ച ദൈവം കാണുകയാണ്. അതിൽ ദാവീദും സോളമനും സാവൂളും മോശയും അബ്രാഹും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനവും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ വേദനയാണ് താൻ സ്നേഹിച്ചിരുന്ന മക്കൾ തന്നിൽ നിന്നും അകന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സങ്കല്പം ഇതാണ്: അനുഗ്രഹിക്കുന്ന ദൈവം, പ്രോസ്പെരിറ്റി ഗോഡ്, അനുഗ്രഹിക്കുന്ന ദൈവം. എല്ലാ കാര്യങ്ങളിലും എനിക്ക് അനുഗ്രഹം നൽകാൻ മാത്രം, എനിക്ക് നല്ല ആരോഗ്യം ലഭിക്കാൻ, എനിക്ക് സമ്പത്ത് ലഭിക്കാൻ, എനിക്ക് ജോലി ലഭിക്കാൻ, എനിക്ക് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ദൈവത്തെയാണ് മനുഷ്യകുലത്തിന് ആവശ്യം. എന്നാൽ ദൈവം കാണുന്നത് അപ്രകാരമല്ല. ദൈവം അനുഗ്രഹങ്ങൾ നൽകും, പക്ഷേ തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ, തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ദൈവത്തിന് ആവശ്യം. എന്നാൽ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ദൈവത്തിന് മനുഷ്യരായ നമ്മളിൽ നിന്ന് ലഭിക്കുന്നത് അനീതി തന്നെയാണ്. അതുതാണ് പഴയ നിയമത്തിലെ ജനതയെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ കാരണം. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി കൽപ്പനകൾ മോശ വഴി ദൈവം നൽകുന്നുണ്ട്. ഈ കൽപ്പനകളിൽ ലംഘിച്ചു പോകുന്ന ജനത്തെ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴായിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഈ ജനത്തിനെതിരെ ദൈവം ഒരുപക്ഷെ പലപ്പോഴെങ്കിലും സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വഴി മാത്രമല്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ധ്യാനങ്ങളും പ്രാർത്ഥനകളും കൺവെൻഷനുകളും ഒക്കെ കൂടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗശാന്തികളോ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഗ്രഹങ്ങളോ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അത്ഭുതങ്ങളോ ഒക്കെ നടക്കുമ്പോൾ മാത്രമാണ് എന്നെ ദൈവം കാണുന്നത്. അല്ലാത്ത പക്ഷം ദൈവം എന്നെ കാണുന്നില്ല, എന്നെ അറിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുന്നു, സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് ഞാനും നിങ്ങളും എന്നുള്ളൊരു തെളിവ്? പുത്രനായ യേശുവിനെ നോക്കുക. തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ദൈവം വിട്ടത് മനുഷ്യൻ്റെ പ്രകൃതിയിലാണ്, മനുഷ്യൻ്റെ രൂപത്തിനും സാദൃശ്യത്തിനുമാണ്. പരിപൂർണ മനുഷ്യനായി, പൂർണ്ണതയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ മനുഷ്യനായി, ഒപ്പം ദൈവപുത്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന മിശിഹ നമ്മുടെയൊക്കെ രൂപവും സാദൃശ്യവുമായിരുന്നു. അവനും കടന്നുപോയി പ്രലോഭനങ്ങളിലൂടെ, അവനും കടന്നുപോയി ദുഃഖങ്ങളിലൂടെ, അവനും കണ്ണുനീർ വാർത്തു, അവനും വിലപിച്ചു,
അവന് ഒരുപാട് സമയങ്ങളിൽ ഒരുപക്ഷെ തിന്മയുടെ വഴികളിലൂടെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നുവെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഹനങ്ങളുണ്ടാവുക, വേദനകളുണ്ടാവുക, ദുഃഖങ്ങളുണ്ടാവുക, കണ്ണുനീരുണ്ടാവുക, അങ്ങനെ അവസരങ്ങളുണ്ടാവുക, നഷ്ടങ്ങളുണ്ടാവുക എന്നതൊക്കെ സ്വാഭാവികമായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകേണ്ട, കടന്നു പോകേണ്ട അവസ്ഥകളാണ്. ഈ അവസ്ഥകളെ കടന്നു പോകുന്നത് കൊണ്ട് അത് ദൈവസ്നേഹം എൻ്റെ ഉള്ളിലില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഈ ഭൂമിക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ പറയുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാൻ പറയുമ്പോൾ ദൈവം കൊടുത്തതുപോലെ പൂർണ്ണതയിൽ ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറില്ല. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ, നിൻ്റെ സമ്പത്തിനേക്കാൾ, നിൻ്റെ മക്കളേക്കാൾ, നിൻ്റെ മാതാപിതാക്കളെക്കാൾ, നിൻ്റെ ജോലിയേക്കാൾ, നിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കാൾ, നിൻ്റെ ആരോഗ്യത്തെക്കാൾ സ്ഥാനം ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമത്തിലെ പുതിയ കൽപ്പനയിലെ ആദ്യത്തെ ഭാഗം എനിക്കും നിങ്ങൾക്കും പ്രായോഗികമല്ല എന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക, നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇന്നത്തെ നമ്മൾ കേട്ട സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ഒരു കാര്യം, ഈശോയെ വധിക്കുവാനായിട്ട്, ഈശോയെ കൊല്ലുവാനായിട്ട് സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യേശുവിനെ അവർ ദ്വേഷിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയുന്നു യഹൂദർ അവനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചു. എന്താ കാരണം? ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കിയത് കൊണ്ട്. എല്ലാം മറന്ന് സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മളിവിടെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം തന്നെ തന്നെ മറന്നുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, തന്നെ തന്നെ മരണത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് സ്നേഹിക്കുന്നത്, തന്നെ തന്നെ തൻ്റെ ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. ഈ ഈശോയെ കുരിശുമരണത്തിലേക്ക് നയിക്കുവാൻ, യേശുവിൻ്റെ പീഡാസഹനത്തിലേക്ക് നയിക്കുവാൻ കാരണമായ ഒരു സംഭവമാണ് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സംഭവം ഇതാണ്. ഈ പ്രശ്നത്തിന് കാരണമായ സംഭവം ഇതാണ്. 38 വർഷമായി ബത്സയിദ കുളക്കരയിൽ തളർന്നു കിടക്കുന്ന ഒരു തളർവാദ രോഗിയുണ്ട്. അദ്ദേഹത്തിന് കുളത്തിൽ വെള്ളമിറങ്ങുമ്പോൾ അവിടെ ഇറങ്ങി സൗഖ്യം പ്രാപിക്കാനുള്ള ആ ഒരു ശേഷിയില്ല. ഇദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റാരെങ്കിലുമൊക്കെ വന്ന് വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കും. യഹൂദർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ഈ ബത്സദ കുളത്തിൽ ആ വെള്ളം ചലിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുമെന്നും ആ സമയത്ത് ഇറങ്ങുന്ന വ്യക്തികൾക്ക് സൗഖ്യം കിട്ടുമെന്നും. എങ്കിലും 38 വർഷമായി ഈ മകൻ, ഈ തളർവാദ രോഗി അവിടെ കിടക്കുകയാണ്. അയാളെ ഇറക്കാൻ ആരുമില്ലായിരുന്നുവെന്ന് അയാൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ സത്യമായിരിക്കാം, വെള്ളമിളകുന്ന സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടണം, വെള്ളമിളകുന്ന സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പലരും അവിടെ ഉണ്ടാവാം. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി ആരും മുതിർന്നു വരികയില്ല. നമ്മൾ ഒരുപാട് ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ കൂടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ, മറ്റൊരാൾക്ക് നന്മ വരാൻ, മറ്റൊരാൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അതെൻ്റെ കുടുംബത്തിലുള്ള വ്യക്തിയല്ല, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി രക്ഷപ്പെടാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. ബത്സദ കുളക്കരയിൽ കിടക്കുന്ന ആ തളർവാദ രോഗിയെ കുളത്തിലേക്ക് ഇറക്കുവാൻ ഒരുപക്ഷെ ആരുമില്ലായിരുന്നോർത്ത് ഒരുപക്ഷെ പരിതാപം പറയുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ആ മനുഷ്യനെ ഇറക്കാൻ ആരും ഉണ്ടായില്ല? ഇത്ര നീചന്മാരാണ് അവിടെ ഉള്ളത്, ഇത്ര ഹൃദയമില്ലാത്തവരാണോ ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കണം. ഞാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കാറുണ്ടോ? എവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാവുക? ആ 38 വർഷമായിട്ട് തളർവാദം പിടിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് യേശു കടന്നു വരികയാണ്. ഈശോ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നവൻ, അതാ തൻ്റെ സ്ഥാനം വിട്ട് ഭൂമിയിലേക്ക് വന്നവൻ തളർവാദ രോഗിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഈശോയെ കാണുമ്പോൾ അവൻ പരാതി പറയുകയാണ്, എൻ്റെ കർത്താവേ, ഈ വെള്ളമിറങ്ങുമ്പോൾ ഇതിനകത്ത് എന്നെ ഇറക്കാൻ ആരുമില്ല. ഈശോ ചോദിച്ചു, നീ എത്ര നാളായി ഇവിടെ കിടക്കുന്നു? 38 വർഷമായി ഇവിടെ കിടക്കുന്നു.
ഞാൻ വിചാരിക്കുന്നു ഈശോയ്ക്ക് ഒരു പക്ഷേ പ്രായം 30 മുതൽ 33 വരെയുള്ള ഏതൊരു പ്രായത്തിലാണ്. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലോ ഇടയ്ക്കോ അവസാനമോ ആണ് ഈശോ ബത്സദ കുളക്കരയിലെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തളർവാദ രോഗിക്ക് യേശുവിനേക്കാൾ പ്രായമുണ്ട്. അവൻ അവിടെ കിടക്കുന്നത് തന്നെ യേശുവിനേക്കാൾ കൂടുതൽ വർഷമാണ്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ 38 വർഷമായി തളർന്നു കിടക്കുന്ന തളർവാദ രോഗി അപേക്ഷിക്കുകയാണ്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ഈശോ പറയുകയാണ്, തളർവാദ രോഗിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറയുകയാണ്, ഇനി നീ വെള്ളമിളകുന്ന നോക്കി കിടക്കണ്ട, നിന്നെ ഇറക്കാൻ ആളില്ലെന്ന് നീ പരാതി പറയേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സൗഖ്യമുള്ളവനാവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, 38 വർഷമായി തളർവാദം പിടിച്ച് കടന്നവനെ കർത്താവിൻ്റെ ഒരു സ്പർശനം, അവൻ്റെ ആഗ്രഹം, അവൻ്റെ വിശ്വാസം സൗഖ്യപ്പെടുത്തി. അവൻ എഴുന്നേൽക്കുമ്പോൾ ഈശോ അവനോട് പറയുകയാണ്, തളർവാദ രോഗിയോട് പറയുകയാണ്, നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നീ നിൻ്റെ ഭവനത്തിലേക്ക് പോവുക, നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് പോവുക. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 38 വർഷമായി നിന്നെ ആര് ചുമന്നോ, എന്താണോ നിന്നെ ചുമന്നത്, ആ ചുമന്നത് നിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നീ ചുമക്കുക, നീ നിൻ്റെ ഭവനത്തിലേക്ക് പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ തളർവാദ രോഗം മാറി. ഒരുപക്ഷേ ആത്മീയമായിട്ടുള്ള തളർവാദം പിടിച്ച് കിടക്കുന്നവരുണ്ടാവാം, മാനസികമായിട്ടുള്ള തളർവാദം പിടിച്ച് കിടക്കുന്നവരുണ്ടാവാം, ശാരീരികമായിട്ട് തളർന്നു പോയവരുമുണ്ടാവാം. കർത്താവിൻ്റെ അരികിലേക്ക് നീ ഒന്ന് എത്തപ്പെട്ടാൽ ആ കർത്താവ്, നീ ഇന്ന് എന്തിൻ്റെയൊക്കെ അടിയിലാണോ, എന്തിൻ്റെയൊക്കെ മുകളിലാണോ നീ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്തിൻ്റെയൊക്കെ ഏതൊക്കെയാണോ നിന്നെ ഈ തളർവാദി രോഗിയാക്കി മാറ്റുന്നത്, ആ ഒരു അവസ്ഥയിൽ നിന്നും നിന്നെ മോചിപ്പിക്കുവാനായിട്ട് യേശുവിന് സാധിക്കും. ഈശോയുടെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഈ തളർവാദ രോഗിയെ പോലെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കാൻ ആളുമില്ല. ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്, ഒരുപാട് പേര് പല വാക്കുകളും പറയുന്നുണ്ട്, പക്ഷേ എന്നെ ഒന്ന് ഈ വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കുവാൻ, ആ ചൈതന്യം ഒന്ന് ആസ്വദിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ ആരും എന്നെ കാണുന്നില്ല. എല്ലാവരും സ്വാർത്ഥരാണ്, മറ്റുള്ളവരെന്നെ കാണുന്നില്ല, എൻ്റെ വീട്ടുകാരെന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ രോഗിയാണിപ്പോൾ, ഈ രോഗിയായ എന്നെ എൻ്റെ വീട്ടുകാർ പരിഗണിക്കുന്നില്ല, ഞാൻ പ്രായമേറെയായി, എൻ്റെ മക്കളെന്നെ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികളുമായിട്ട് കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നിങ്ങൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കർത്താവിനെ വിളിക്കുക, ഒരു കാര്യം തിരിച്ചറിയുക, നിൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ നിൻ്റെ അവസാനം വരെ, ജീവിതത്തിൻ്റെ അവസാനം വരെ നിൻ്റെ കൂടെ ഉണ്ടാവും. തുടക്കത്തിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ അല്ലെങ്കിൽ ഇടവഴികളിൽ നിന്നോട് കൂടെ ചേർന്ന നിൻ്റെ ജീവിത പങ്കാളിയോ, നിൻ്റെ മക്കളോ, നിൻ്റെ മാതാപിതാക്കളോ, നിൻ്റെ സഹോദരങ്ങളോ ഒന്നുമില്ലെങ്കിലും നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ കാണുന്നുണ്ട്. കുറേയേറെ വർഷങ്ങളായി നീ തളർന്നു കിടക്കുന്ന അവസ്ഥ, നീ തളർന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ ഒക്കെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു വിടുകയാണ്. എന്താണ് കർത്താവ് കൊടുക്കുന്ന വില? ദൈവം, ഈശോ അതിന് കൊടുക്കുന്ന വില വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹൂദര് അവനെതിരെ ഉയർത്തുന്ന ആക്ഷേപം ഇതാണ്, സാബത്ത് ദിവസം അവൻ കിടക്കയും എടുത്തുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയാണ്, വലിയൊരു ജോലിയായിട്ട് അവർ കാണുന്നത്. സാബത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കണം, അത് ആ വിശുദ്ധി പരിപൂർണമായിരിക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല. അവൻ കിടക്കയും എടുത്തുകൊണ്ട് നടന്നത് സാബത്തിൻ്റെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുക. സാബത്ത് ലംഘിക്കാൻ ഈശോ പ്രേരിപ്പിച്ചു എന്ന് അവർ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, അവൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. മൂന്നാമത്തെ കാര്യം, അവൻ തന്നെ ദൈവപുത്രനായിട്ട് പ്രഖ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1, 2, 3 പ്രമാണങ്ങളുടെ ലംഘനം യേശു നടത്തി എന്നാണ് യഹൂദർ അവനെതിരെ ആരോപിക്കുന്നത്. പിന്നീട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴും ഈശോയ്ക്കെതിരെയുള്ള ആരോപണം അവൻ സ്വയം ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചെന്നും അവൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുവെന്നും അവൻ സാബത്ത് ലംഘിച്ചുവെന്നുമുള്ള, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഈ തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നതിന് കാരണം യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വിലയാണ്. അവൻ്റെ സൗഖ്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വിലയാണ്. യേശു മരിക്കാൻ കാരണമായത് ഈ തളർവാദ രോഗിയുടെ സൗഖ്യം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ തളർവാദ രോഗി അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ ഒരുപക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടാവാം, കർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. പക്ഷേ യേശു അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട നിയമലംഘനങ്ങളാണിത്. യേശു ഒരിക്കലും ഒരു കൊലപാതക കുറ്റം ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല. ബാക്കി 7 പ്രമാണങ്ങൾക്കും യേശുവിനെതിരെ യാതൊരു ചാർജുമില്ല. പക്ഷേ ഈ ആദ്യത്തെ 3 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരുടെ മുമ്പിൽ വിധിക്കപ്പെടുകയാണ്, മനുഷ്യരാൽ ദൈവം വിധിക്കപ്പെടുകയാണ്. അതും ദൈവത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച 3 പ്രമാണങ്ങൾ.
അത്രമാത്രം തരം താണുപോയ നിയമവ്യവസ്ഥയുടെ നടുവിലാണ് ഈശോ ജീവിച്ചത്. ഈ 3 പ്രമാണങ്ങളും ഈശോ ഒരിക്കലും ലംഘിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ ഈശോ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. യേശു വളരെ വ്യക്തതയോടെ പഠിപ്പിച്ചു, നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, അവനെ മാത്രമേ ആരാധിക്കാവൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എന്താ ഇവിടെ സംഭവിച്ചത്? അവരിവനെതിരെ ആരോപിക്കുന്ന കുറ്റം, നീ അവനെ പിതാവേ എന്ന് വിളിച്ചു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ യഹൂദ നിയമം അനുവദിക്കുന്നില്ല, യഹൂദ മതപണ്ഡിതന്മാർ അനുവദിക്കുന്നില്ല. പക്ഷേ യേശു നമുക്ക് വേണ്ടി പുതിയൊരു വാതിൽ തുറന്നു തരികയാണ്. ദൈവം എൻ്റെയും നിങ്ങളുടെയും പിതാവാണ്. നമ്മളെ തിരിച്ചറിയുന്ന ദൈവം, നമ്മളെ തിരിച്ചറിയുന്ന പിതാവ്, ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിനെ പോലെ സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പിതാവ്, നൽകാൻ ആഗ്രഹിക്കുന്ന പിതാവ്, വീണ്ടും വീണ്ടും നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള സ്വർഗത്തിലെ പിതാവായിട്ട് ദൈവം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ് ഞാനും നിങ്ങളും. ദൈവം പിതാവെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കൾ. ഇനി നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? പാപം ദൈവത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും അകറ്റും. ഇവിടെയാണ് 2-ാമത്തെ പ്രമാണം യേശു ലംഘിക്കുന്നതായിട്ട് യഹൂദന്മാർ പറയുന്നത്. അവൻ തന്നെ ദൈവപുത്രനായിട്ട് പ്രഖ്യാപിച്ചു, ദൈവപുത്രനായിട്ട് പ്രഖ്യാപിച്ചു. ദൈവത്തിന് അങ്ങനെ മക്കളുണ്ടാവുക സാധ്യമല്ല. ഇന്നും ലോകത്ത് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം യേശു എങ്ങനെ ദൈവപുത്രനായി എന്നുള്ളതാണ്. എന്താണ് അവന് ദൈവത്വമുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു, അവൻ നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു, അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവപുത്രൻ വഴിയാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് മാറുന്നത്. നമുക്ക് ദൈവം ദത്തുപുത്ര സ്ഥാനം നൽകുന്നത് എങ്ങനെ? യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, യേശുവിനെ അറിയുന്നതിലൂടെ, യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ, യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ദത്ത് പുത്രന്മാരും പുത്രിമാരുമായി മാറുന്നു. ഈശോ വീണ്ടും 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, വിധിക്കാൻ വരുന്നത് ഞാൻ തന്നെയാണ്, അന്ത്യവിധിയാളനായിട്ട് കടന്നു വരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുന്നു, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമാകേണ്ടതാണ് നമുക്ക് വേണ്ടി വിധി കൽപ്പിക്കാൻ, എൻ്റെ പാപങ്ങളെയും എൻ്റെ കുറവുകളെയും എൻ്റെ പോരായ്മകളെയും ഒക്കെ തിരിച്ചറിയുന്ന, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത, ഒപ്പം ഞാൻ എൻ്റെ കുംഭസാരത്തിലൂടെ ആരുടെ ചെവിയിലാണോ എൻ്റെ പാപങ്ങളും കുറവുകളും ബലഹീനതകളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്, ആ വ്യക്തി തന്നെയായിരിക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി വിധിക്കാൻ വരിക, ഒപ്പം എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം പറയാൻ വരിക. എന്ന് പറഞ്ഞാൽ അവിടെ അഡ്വക്കേറ്റും ജഡ്ജും ഒരാളെ ആയിത്തീരുകയാണ്. എൻ്റെ അഡ്വക്കേറ്റ് തന്നെ എൻ്റെ ജഡ്ജായി മാറുന്നു, എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ തന്നെ എൻ്റെ വിധിയാളനായി മാറുന്നു. അതിനേക്കാൾ പരം സന്തോഷം എനിക്കും നിങ്ങൾക്കും എന്താ ഉള്ളത്? എനിക്ക് വേണ്ടി വാദിക്കുന്ന എൻ്റെ വക്കീൽ, എൻ്റെ അഡ്വക്കേറ്റ്, എൻ്റെ മധ്യസ്ഥൻ, ആ മധ്യസ്ഥൻ തന്നെ എനിക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്നു, എന്നെ അറിയുന്നവൻ. ഇതാണ് ദൈവപുത്ര സ്ഥാനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കുകയല്ല ഈശോ ചെയ്യുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ പുത്രത്വ സ്ഥാനത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയായിത്തീരുകയാണ്. 3 സാബത്ത് ലംഘനം ഈശോ സാബത്ത് ലംഘനം നടത്തിയെന്ന് അവർ പറയുന്നു. അതാണ് അവനെതിരെ ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയ തെറ്റ്. ഈശോ തന്നെ പറയുന്നുണ്ട്, സാബത്ത് നന്മ ചെയ്യാനുള്ള ദിവസമാണ്. ദൈവശാസ്ത്രകാരന്മാർ ഇപ്രകാരം പറയും, 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എല്ലാം മനുഷ്യനെ ഏൽപ്പിച്ച് ദൈവം 7-ാമത്തെ ദിവസം വിശ്രമിച്ചു. ആ വിശ്രമം ഇന്നും തുടരുന്നു, ആ വിശ്രമം അന്ത്യവിധി വരെ തുടരുന്നു. മനുഷ്യനെ എല്ലാം ഏൽപ്പിച്ച് സ്വസ്ഥമായി വിശ്രമിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സാബത്താണ്. ഓരോ ദിവസവും സാബത്തിന് തുല്യമാണ്. വിശുദ്ധമായി ജീവിക്കേണ്ട ദിവസമാണ്. ഞായറാഴ്ച മാത്രമല്ല സാബത്തായിട്ട് ആചരിക്കേണ്ടത്, എല്ലാ ദിവസവും വിശുദ്ധ ദിനം തന്നെയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ ദിനം, നന്മ ചെയ്യാനുള്ള ദിനം, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യേണ്ട ദിനം. ഈശോ പഠിപ്പിക്കുന്നു, സാബത്തിൽ ഒരു കാളക്കുട്ടിയോ ഒരു കഴുതക്കുട്ടിയോ കിണറ്റിൽ വീഴാൻ നിങ്ങളതിനെ രക്ഷിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയോ അധികമായിട്ട് ഈ മനുഷ്യനെ, അബ്രാഹത്തിൻ്റെ ഈ സന്തതിയെ രക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന ശുശ്രൂഷകൾ, പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യേണ്ട ദിവസമാണ് സാബത്ത് ദിവസം. എല്ലാ ദിവസവും സാബത്ത് പോലെ ആകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. അങ്ങനെ പരസ്നേഹ പ്രവൃത്തികളിലൂടെ ദൈവത്തെ അറിഞ്ഞ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിലെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ എവിടെയെങ്കിലും ഒക്കെ കുറവുകളുണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. ഈശോ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുക. ദൈവം മനുഷ്യരൂപത്തിൽ കടന്നു വന്ന് അപ്പത്തോളം ചെറുതായി നമ്മളിലൊരുവനായി നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിൽ, വിശുദ്ധ ബലികളിൽ നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോ, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ, ആ ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം പഠിപ്പിക്കുന്ന കാര്യം സഹോദരങ്ങളുമായിട്ടുള്ള നല്ല ബന്ധമാണ്. ഈ വചന ശുശ്രൂഷയിൽ ആകമാനം നമ്മൾ കേട്ടു എപ്രകാരമാണ് ദൈവാനുഗ്രഹവും അതുപോലെ ദൈവസ്നേഹവും പരസ്നേഹവും തമ്മിലുള്ള പരസ്പര പൂരകങ്ങൾ. എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യകത? പ്രിയമുള്ളവരെ, ദൈവവുമായൊരു നല്ല ബന്ധമില്ലെങ്കിൽ, നല്ലൊരു പ്രാർത്ഥന ഇല്ലെങ്കിൽ, നല്ലൊരു കുടുംബജീവിതമില്ലെങ്കിൽ, നല്ലൊരു സമൂഹ ജീവിതമില്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ദൈവം വസിക്കുന്നത് സ്നേഹമുള്ളിടത്താണ്. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹമുള്ളിടത്താണ് ദൈവം വസിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് സ്നേഹക്കുറവുകൾ, നമ്മുടെ സമൂഹങ്ങളിൽ സ്നേഹക്കുറവുകളുണ്ടെങ്കിൽ, പരസ്പര ഭിന്നതയുണ്ടെങ്കിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കാൻ പറ്റൂ. നമ്മുടെയൊക്കെ മനസ്സിൽ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുവാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നിയോഗങ്ങൾ, വേദനകൾ, രോഗങ്ങൾ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ മേൽ ദൈവം ഒരു തീരുമാനമെടുക്കണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകണം. ദൈവം പ്രവർത്തിക്കുവാൻ അത്യാവശ്യം വേണ്ട ഘടകമാണ് സഹോദരങ്ങളുമായുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പരിശോധിക്കാം. ഏതെങ്കിലും വ്യക്തികളുമായി എന്തെങ്കിലും വിദ്വേഷമോ പിണക്കമോ ദേഷ്യമോ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട്, മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായിട്ട്, മക്കളുമായിട്ട്, ജീവിത പങ്കാളിയുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവാനുഗ്രഹത്തിന് വലിയ വിഘാതമായി തീരും. ഒരു നിമിഷം ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനും നല്ലവനുമായ ദൈവമേ, ഈ മക്കളെയും ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇവരുടെ തടസ്സങ്ങൾ, രോഗാവസ്ഥകൾ, ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, കർത്താവെ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, കർത്താവെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ, ഈ ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിലൂടെ തീരുമാനമെടുക്കാൻ ശക്തി നൽകണമേ. കർത്താവെ, ഈ മക്കളിപ്പോൾ സമർപ്പിക്കുന്ന പല നിയോഗങ്ങളുടെ മേലും അത്ഭുതകരമായി തീരുമാനമെടുക്കണമേ. ഹൃദയ പരിവർത്തനം വന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.